ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഈ കഴിഞ്ഞ ഒരാഴ്ച മൺഡേ മുതൽ ഫ്രൈഡേ വരെയുള്ള മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഒരുമാതിരിപ്പെട്ടുള്ള ഒരു പാർട്ടിസിപ്പൻസിനും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മാർക്കറ്റ് മൂവ്മെൻ്റ് ആയിരുന്നു. 2000 പോയിൻ്റ് ഇറങ്ങുകയും 2 ദിവസം കൊണ്ട് 2000 പോയിൻ്റ് കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെല്ലാം കാരണം നമ്മുടെ എക്സിറ്റ് പോൾസ് ആയിരുന്നു. എക്സിറ്റ് പോൾസിന് മുമ്പ് വരെ എനിക്കറിയാവുന്നവരും ഞാൻ ഉൾപ്പെടെ കയ്യിലുള്ള സ്റ്റോക്സൊക്കെ കുറച്ച് നമ്മൾ വിറ്റൊന്ന് റെഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നു. കാര്യം നമുക്ക് റിസ്ക് ഒഴിവാക്കാനായിട്ട് വെള്ളിയാഴ്ച വരെയൊക്കെയുള്ള കുറേ സ്റ്റോക്സ് എല്ലാം വിറ്റിട്ട് കുറച്ച് പോർഷൻ റെഡ്യൂസ് ചെയ്ത് വെച്ചിരുന്നു. ഫ്യൂച്ചേഴ്സിലുള്ള ഒരുപാട് ആൾക്കാർ ഫ്യൂച്ചേഴ്സിലും ഓപ്ഷൻസിലും ഒക്കെ ഉള്ള ഒരു വോളറ്റിലിറ്റി പേടിച്ചിട്ട് കുറേയേറെ വിറ്റ് മാറിയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച ഉള്ള എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളായിരുന്നല്ലോ. നമുക്ക് ആവറേജ് നമുക്കൊരു 360 മുതൽ 400 വരെ സീറ്റ് കിട്ടാമെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് തിങ്കളാഴ്ച തന്നു. അത് ഏതെങ്കിലും ഒരു എക്സിറ്റ് പോളല്ല, മിക്കവാറും എല്ലാവരും തന്നെ ആ ലെവലിലാണ്. ഒരു ആവറേജ് ഞങ്ങൾ എടുത്തപ്പോഴത്തേക്ക് 368 സീറ്റ് ആവറേജ് കിട്ടുമെന്നുള്ള ഒരു ഫീലിംഗ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം തിങ്കളാഴ്ച ദിവസം, അപ്പോൾ നാളെ ആക്ച്വൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് മാർക്കറ്റ് ഒരു കയറ്റവും കൂടെ കയറും. അപ്പോഴും കുറേ വിറ്റ് മാറാമെന്ന് വിചാരിച്ചിട്ട് തിങ്കളാഴ്ച തന്നെ ഒത്തിരി ക്ലയൻസും എല്ലാവരും സ്റ്റോക്സ് മേടിക്കുകയും നേരത്തെ വിറ്റ് വെച്ചിരുന്ന എമൗണ്ട് സ്റ്റോക്ക് മേടിക്കുകയും അതുകൂടാതെ ഫ്യൂച്ചേഴ്സിലൊക്കെ പോർഷൻ കട്ട് ചെയ്ത ആൾക്കാരൊക്കെ ഫ്യൂച്ചേഴ്സും ഓപ്ഷൻസും ഒക്കെ മേടിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടു ചൊവ്വാഴ്ച രാവിലെ ഓപ്പണിങ്ങിൽ തന്നെ 9:15 ആയപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു ഫീല് കിട്ടി. നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് 350 360 ഒന്നും കിട്ടില്ല, ഒരു 310 320 ഒക്കെ കിട്ടുമെന്നുള്ളൊരു ഫീല് രാവിലെ തന്നെ കിട്ടി. രാവിലെ ഓപ്പണിങ്ങിൽ തന്നെ ആർക്കും ഒന്നും വിൽക്കാൻ പറ്റാത്ത രീതിയിലാണ് മാർക്കറ്റ് ജസ്റ്റ് ഒരു ഹൈ കാണിച്ചിട്ട് വിത്തിൻ 1 മിനിറ്റ് എല്ലാ സ്റ്റോക്സും 5ഉം 10% ഒക്കെ വീണു. The loss suffered by traders was so huge that in futures, if you see, ഒരു ഫ്യൂച്ചേഴ്സിൽ നമ്മളൊരു ലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർജിൻ എന്ന് പറയുന്നത് 2 to 2.5 lakhs ആണ് ഫ്യൂച്ചേഴ്സിൽ ഒരു ലോട്ട് എടുത്താലുള്ള മാർജിൻ. 2 ലോട്ട് ഫ്യൂച്ചേഴ്സിൽ ഒരാൾ എടുക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം 5 ലക്ഷം രൂപ ലോസാണ്. 2 ലോട്ട് എടുത്തിട്ടുള്ള ഏതെങ്കിലും പവർ സെക്ടറിലോ അദാനിയിലോ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ നമ്മൾ 2 ലോട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ഈവനിങ്ങിലെ ലോസ് 5 ലക്ഷം രൂപ മാർജിൻ കൊടുത്ത ഒരാളുടെ ലോസ് എന്ന് പറയുന്നത് 17-18 ലക്ഷം രൂപയാണ്. ഈ മാർക്കറ്റ് ഇത്രയും ഇറങ്ങിയ സമയത്ത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ ഒരുമാതിരിപ്പെട്ടവരെല്ലാം ഫ്യൂച്ചേഴ്സ് എല്ലാം കട്ട് ചെയ്തു. പോയ പൈസ പോയി. പിന്നെ അത് ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ ഇരുന്നിട്ട് അത് തിരിച്ച് കയറും. പക്ഷേ ഫ്യൂച്ചേഴ്സിൽ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം 10% സീലിംഗ്, ഡൗൺവേർഡ് സീലിംഗ്, അഡീഷണൽ 5%, പിന്നെ ഒരു 5%, അങ്ങനെ ഇനി 25% ആവും. എന്താവുമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷനായിരുന്നു. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം നരേന്ദ്രമോദിജി ട്രെയിലിംഗ് ആയിരുന്നു ബൈ 5,000-15,000 വോട്ടിന് ഇത്. അപ്പം അദ്ദേഹം എങ്ങാനും തോറ്റിരുന്നെങ്കിലുള്ള അവസ്ഥയും എന്താണെന്നുള്ള ഒരു സിറ്റുവേഷനിൽ ആൾക്കാർ പാനിക്കായി, ശരിക്കും പാനിക്കായി. അങ്ങനെ പാനിക്കായാണ് അതിൻ്റെ തലേ ദിവസം 23,110 വരെ പോയ ഇൻഡെക്സ് ആ ചൊവ്വാഴ്ച ഒരു ഉച്ചയോടുകൂടി ഇറ്റ് ഫെൽ ഡൗൺ ഓൾമോസ്റ്റ് 2,000 points to 21,000, ഐ തിങ്ക് 280 വരെ ഭയങ്കരമായിട്ട് വീണു. അത് മാത്രമല്ല സ്റ്റോക്സൊക്കെ ഇപ്പം നല്ല സ്റ്റോക്സൊക്കെ 140 രൂപയൊക്കെ ട്രേഡ് ചെയ്യുന്ന പല സ്റ്റോക്സും ഒക്കെ 20% എല്ലാം ഡൗൺവേർഡ് സീലിംഗ് അടിച്ച് ആകെ ഒരു പാനിക് സിറ്റുവേഷനായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം അപ്പോൾ അന്ന് വൈകിട്ടായപ്പോഴത്തേക്ക് അവർക്ക് 293 സീറ്റ് കിട്ടുമെന്നുള്ളത് ഉറപ്പായി. അപ്പോൾ കോalition ഗവൺമെൻറ് വരും എന്ന് ഉറപ്പായി. അടുത്ത ദിവസം വൈകിട്ടായപ്പോഴത്തേക്ക് മാർക്കറ്റ് ഒന്ന് സ്റ്റഡിയായി. അപ്പോൾ ഞാൻ അന്ന് രാവിലെ തന്നെ മാർക്കറ്റ് കയറി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് റിക്കവറി ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. ബട്ട് റിക്കവറി ഈസ് ഷാർപ്പർ ദൻ ദി ഫോൾ. എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച താഴോട്ട് പോയ സാധനം ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസം കൊണ്ട് നേരത്തെ ഉള്ള ഹൈയും എല്ലാം കട്ട് ചെയ്ത് ഇന്നലെ എന്ന് വെച്ചാൽ തിങ്കളാഴ്ച വന്ന ഹയസ്റ്റ് പോയിന്റ് ഐ തിങ്ക് ഇറ്റ് വാസ് 23,340 ആയിരുന്നു, 339. ഇന്നലത്തെ ഹൈയിൽ 23,320 വരെ മാർക്കറ്റ് പോയി. എന്നിട്ടാണ് പിന്നെ മാർക്കറ്റ് 10-20 പോയിന്റ് കുറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി
people have lost heavily in this downtrend. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ഫാൻസി ആയിട്ടുള്ള സ്ക്രിപ്റ്റ്സ്, പവർ സ്റ്റോക്സ്, PSU, ബാങ്ക്സ്, PSU ഡിഫൻസ്, ഇതൊക്കെയായിരുന്നു പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു ഫാൻസി ആയിട്ട് ഉണ്ടായിരുന്ന സ്റ്റോക്സ്. ഈ റിക്കവറിയിൽ ഈ വീഴ്ച വീണിട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തെങ്കിലും ഈ സ്റ്റോക്സ് എല്ലാം 40%, 50% റിക്കവർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്നോട് തന്നെ പലരും വിളിച്ചു, ഇതിൻ്റെ മാർക്കറ്റ് തിരിച്ച് പഴയ ലെവലിലായി, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്റ്റോക്സ്, എനിക്ക് അന്ന് മാർക്കറ്റ് വീണപ്പോഴത്തേക്ക് 18 ലക്ഷം രൂപ പോയി, ഇന്നലെ വിളിച്ചത്, എനിക്കിപ്പോൾ ആകെ 7 ലക്ഷം രൂപ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഫാൻസി ആയിട്ടുണ്ടായിരുന്ന സ്റ്റോക്സ് അല്ല ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഇപ്പോൾ കയറിയിരിക്കുന്നത് ഫസ്റ്റ് ഡേ കയറിയത് FMCG, ഹിന്ദുസ്ഥാൻ ലിവറും ITC, അതേപോലെയുള്ള ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ് ആദ്യം കയറിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കയറിയത് IT സ്റ്റോക്സ് ആണ്, പിന്നെ കയറിയ ഫാർമ സ്റ്റോക്സ് ആണ്. ഈ 3 കാറ്റഗറിയും ദേ വർ അണ്ടർ പെർഫോമിങ് ഫോർ ദി ലാസ്റ്റ് സെവറൽ മന്ത്സ് അല്ല, ഒരു 1-2 വർഷമായിട്ട് അണ്ടർ പെർഫോമിംഗ് ഉള്ള സ്റ്റോക്സ് ആയിരുന്നു. അതുകൊണ്ട് പോപ്പുലറായിട്ട് ആൾക്കാരുടെ കയ്യിലൊന്നും ഈ സ്റ്റോക്സ് ഇല്ല. അപ്പോൾ തിരിച്ച് കയറിയപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്സ് ഒന്നും കയറിയില്ല, വേറെ സ്റ്റോക്സ് കയറി. സോ പീപ്പിൾ നെവർ റിക്കവേർഡ് ദ മണി ലോസ് ഇൻ എ സിംഗിൾ ഡേ. പിന്നെ നമുക്കിനി പറയാനുള്ളത് വെച്ചാൽ, ഇപ്പോൾ എല്ലാവർക്കും ഈ കൊളിയേഷൻ ഗവൺമെൻറ് എന്താവും എന്നുള്ളൊരു പേടി ഇനി. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നും വരില്ല, വളരെ സ്മൂത്തായിട്ടൊരു സെയിലിംഗ് ആയിരിക്കും. ഇത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1999 BJPക്ക് വാജ്പേയി ഗവൺമെൻറ് വന്നപ്പോഴത്തേക്ക് ദേ ഹാഡ് ഓൺലി 182 സീറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ഇവർക്ക് 240 സീറ്റുണ്ട്. നമ്മൾ ബാക്കിലോട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ഒക്കെ നരസിംഹറാവുവിൻ്റെ കാലത്ത് വന്നപ്പോഴത്തേക്ക് അന്നും 230 സീറ്റേ ഉള്ളൂ. ഇതിനെക്കാട്ടി ഹൈ സീറ്റ് ഉണ്ടായിരുന്നത് ഇന്ദിരാഗാന്ധി ഭരിച്ച സമയത്ത്. പിന്നെ ഉള്ള ഇലക്ഷനാണ് 400 സീറ്റ് കിട്ടിയത്. അതല്ലാതെ ഇത്രയും സീറ്റ്സ് ഒന്നും ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ 3 പ്രാവശ്യമായിട്ട് ഫസ്റ്റ് ടൈം 282, പിന്നെ അത് 303 പോയി, ഇപ്പം 240 സീറ്റ്സ്. ഇറ്റ്സ് റീസണബിളി ഗുഡ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ഔട്ട്കം ആണെങ്കിലും മാർക്കറ്റ് ഇത് ഇനി വലുതായിട്ട് ബാധിക്കാനില്ല. ആ ഒറ്റ ദിവസത്തെ കറക്ഷൻ കൊണ്ട് മാർക്കറ്റിൽ ഇനി മറ്റവർ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു അൺസ്റ്റേബിൾ ഗവൺമെൻറ് വന്നാൽ മാർക്കറ്റിന് എന്ത് പറ്റാൻ ചാൻസ് ഉണ്ട്, അത് ഒറ്റ ദിവസം കൊണ്ട് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തു. 2000 പോയിന്റ്സ് വീണു. വിച്ച് എവർ ഗവൺമെൻറ്റ്സ് കം, ഐ ഡോണ്ട് തിങ്ക് ദർ വിൽ ബി എനി മേജർ ചേഞ്ച് ഇൻ പോളിസി ചേഞ്ച് ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. അപ്പം ഇനി കോൺഗ്രസ് വേറെ അലയൻസിൻ്റെ കൂടെ പവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എത്ര വീഴും, അത് ഒറ്റ ദിവസം കൊണ്ട് വീണിട്ട് തിരിച്ചത് കയറി. ഇനി വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിക്സ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പറഞ്ഞതാണ്, വോളറ്റിലിറ്റി ഇൻഡെക്സ്. ഈ എലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് വോളറ്റിലിറ്റി ഇൻഡെക്സ് വാസ് അറൗണ്ട് 10% ആയിരുന്നു വോളറ്റിലിറ്റി ഇൻഡെക്സ്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്ക് അത് എലക്ഷൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇൻ്റർണലായിട്ടൊരു ഫിയർ ഉണ്ടായിരുന്നു, ഇവർ തിരിച്ചു വരുമോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെ വോളറ്റിലിറ്റി ഇൻഡെക്സ് കയറി 16-17 അന്ന് 18 നിൽക്കുകയായിരുന്നു നമ്മൾ പറഞ്ഞ സമയത്ത്. അത് കഴിഞ്ഞിട്ട് എലക്ഷൻ വന്നപ്പോഴത്തേക്ക് അത് ഷൂട്ടപ്പ് ചെയ്ത് 32 വരെ പോയി, 32 വരെ പോയി. 32 എന്ന് പറയുന്ന പ്രീവിയസ് എലക്ഷൻസിലൊക്കെ വന്ന ലെവൽ വരെ പോയി. നമ്മൾ 10 ആയതുകൊണ്ട് നമ്മൾ വറീഡായിരുന്നു എന്താണെന്നുള്ളത്. 32 വരെ പോയി. ഒരു അൺസർട്ടനിറ്റി മാർക്കറ്റിലുള്ളതുകൊണ്ട് 32 വരെ പോയി. അത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് ഇന്നലെ ആയപ്പോഴത്തേക്ക് 16.5 ആയി വിത്തിൻ 3 days. അപ്പം വോളറ്റിലിറ്റി ഇൻഡെക്സ് ലോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫിയർ ഹാസ് ഗോൺ ഔട്ട് ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ ഇനി മാർക്കറ്റ് വലുതായിട്ടുള്ള ഒരു ഫോള് ആരും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ 2-3 ദിവസം കൊണ്ട് പകുതി ആവത്തില്ല. ഈ 16-15 എന്നൊക്കെ പറയുന്നത് നോർമലായിട്ട് വരുന്ന ഒരു ലെവൽസാണ്. 10 ഒക്കെ ലോവസ്റ്റ് ലെവലാണ്. ഈ ഇലക്ഷൻ മുമ്പ് വന്നിട്ടുള്ള 10 ആണ്. സിൻസ് ഇറ്റ് ഹസ് കം ടു 16, ഒരു മേജർ ഇതൊന്നും നമ്മളൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് ഒരു ന്യൂ ഹൈ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചാനൽ പറയുന്നുണ്ടായിരുന്നു, അതിന് മേളിൽ പോയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചാനലിൻ്റെ ആ ലെവലിലേക്കൊക്കെ വരുമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നു. ഒന്ന്, ഈ RBI കൊടുത്ത ഡിവിഡൻഡ്, ഐ തിങ്ക് ഇറ്റ്സ് അറൗണ്ട് 2 lakh crore ഡിവിഡൻഡ് RBI ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൺസൂൺസ്, they are predicting average of above average 106% ആണ് പ്രെഡിക്റ്റ് ചെയ്തത്. പിന്നെ
വേറൊരു പ്രത്യേകിച്ച് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ മാർക്കറ്റിൽ ഒരു വലിയ ഫോളോ വരുമ്പോഴത്തേക്ക് ആദ്യം പാനിക് ആവുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച ദിവസം ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതിൻ്റെ അന്ന് കമ്പൈൻഡായിട്ട് FIIസും ഡൊമസ്റ്റിക്കും എല്ലാവരും കൂടെ ചേർന്നിട്ട് 16,000 കോടി രൂപയ്ക്ക് വിറ്റു. അത് മുഴുവൻ മേടിച്ചിരിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. അപ്പോൾ പണ്ടാണെങ്കിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആദ്യമായിട്ട് പാനിക് ആവുന്നത്, ഇപ്പോൾ FIIസാണ് ആദ്യം പാനിക് ആവുന്നത്. FIIs ഇലക്ഷന് മുമ്പ് അവർ നേരത്തെ ഷോർട്ടായിരുന്നു, ഇലക്ഷൻ അടുപ്പിച്ചായപ്പോഴത്തേക്ക് അവർ ലോങ് ആയി. ഇൻഡെക്സിൽ അവർ ഹെവി ആയിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആക്ച്വൽ ഇലക്ഷൻ റിസൾട്ട്സ് വന്നതിന് ശേഷം അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഇന്നലെ വരെ ഷോർട്ടായിരുന്നു. ഇന്നലെ അവർ 6,000-7,000 കോടി രൂപയ്ക്ക് ഫ്യൂച്ചറിലും ക്യാഷിലും ഓപ്ഷൻസിലും ഒക്കെ കവർ ചെയ്തു. അപ്പം ദേ ഹാവ് കവേർഡ് അറ്റ് എ ഹയർ റേറ്റ്, ദേ സോൾഡ് അറ്റ് എ ലോവർ റേറ്റ്. അപ്പോൾ നമ്മളെപ്പോഴും FIIs അങ്ങനെ ചെയ്തു, FIIs ഇങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ മണി പവർ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒരു മാസം SIPയിൽ മാത്രം 20,000 to 21,000 crores ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യൻ മാർക്കറ്റിന് ഇനി ഐ ഡോണ്ട് തിങ്ക് നോ ലോങ്ങർ ദാറ്റ് വി ആർ ഡിപ്പെൻഡൻ്റ് ഓൺ FII ഫണ്ട് ഫ്ലോ. പിന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചർ ഇസ് ഇൻടാക്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പ് ഉണ്ടായിരുന്ന PSU സ്റ്റോക്സും അതൊന്നും ഇപ്പം ഭയങ്കരമായിട്ട് നേരത്തെ ഉള്ള ഹൈയുടെ മുകളിലൊന്നും പെട്ടെന്ന് വന്നില്ല എന്നുണ്ടെങ്കിലും ഓവറോൾ മാർക്കറ്റ് ദിസ് തിങ് ഇസ്, അപ്പം നമ്മൾ മാർക്കറ്റിൽ എപ്പോഴും ഒരു ചേണിങ് നടക്കുന്നുണ്ട്, സെക്ടർ ഒരു ചേണിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ സെക്ടർ ഒന്ന് മാറ്റിയിട്ട് നമ്മൾ വേറെ ഏതിലോട്ടെങ്കിലും മാറുകയൊക്കെ ചെയ്യുക. ഏറ്റവും കൂടുതൽ ഹിറ്റായത് അദാനി സ്റ്റോക്സ് ആയിരുന്നു. അദാനി സ്റ്റോക്സിലെ പലതും ആ ഹിൻഡൻബർഗിൻ്റെ ന്യൂസ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം 70-80% എല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് മോസ്റ്റ് ഓഫ് ദി ഷെയർസ് ഹാവ് ക്രോസ്ഡ് ഓൾ ടൈം ഹൈ. എസ്പെഷ്യലി ഇഫ് യു ടേക്ക് അദാനി പവറും അദാനി പോർട്ടൊക്കെ ഓൾ ടൈം ഹൈ ക്രോസ് ചെയ്തിട്ട് പോവുകയാണ്. പക്ഷേ അന്നത്തെ വീഴ്ചയിൽ ഇതെല്ലാം 20%-25% വീണു. ബട്ട് വെൻ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മോഡി ഈസ് ബാക്ക് ഇൻ പവർ, എല്ലാ കാര്യം പഴയതുപോലെ ആവുന്ന സമയത്ത് ദി ഷെയർസ് വിൽ ഓൾ ഗോ അപ്പ്. ഇറ്റ് മേ ടേക്ക് സം മോർ ടൈം.